ഉപ്പുതറ വില്ലേജിലെ 6 സർവേ നമ്പറിലെ പട്ടയഭൂമിക്ക് നിബന്ധനകൾ ഇല്ലാതെ കരമടയ്ക്കാൻ നടപടി വേണമെന്ന ആവശ്യം ശക്തമായി. പ്രശ്നം അടിയന്തരമായി പരിഹരിക്കണം എന്നാവശ്യപ്പെട്ട് CPM ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കർഷകരിൽ നിന്ന് ഉപ്പ് ശേഖരണം നടത്തി മുഖ്യമന്ത്രി, റവന്യൂ മന്ത്രി എന്നിവർക്ക് നിവേദനം നൽകി. CPM പാർട്ടിയുടെ ബ്രാഞ്ച് ലോക്കൽ സമ്മേളനങ്ങളിൽ ഉപ്പുതറയിലെ ഭൂവിഷയം ചർച്ചയായിരുന്നു. ഇതേ തുടർന്നാണ് CPM ലോക്കൽ സെക്രട്ടറി ഉപ്പ് ശേഖരണം നടത്തി നിവേദനം നൽകിയത്. താലൂക്ക് അദാലത്തിലും പരാതി നൽകും. ജില്ലാ സംസ്ഥാന നേതൃത്വം വഴി സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താനാണ് പാർട്ടിയുടെ തീരുമാനം. കളക്ടർ നേരിൽ കണ്ട് വിഷയം അവതരിപ്പിക്കാൻ വ്യാപാരി വ്യവസായ ഏകോപന സമിതി തീരുമാനിച്ചു. ജില്ലാ ഭരണകൂടം പ്രശ്നം പരിഹരിക്കുന്നില്ലെങ്കിൽ മുഖ്യമന്ത്രി, റവന്യൂ മന്ത്രി, റവന്യൂ സെക്രട്ടറി എന്നിവരെ കണ്ട് നിവേദനം നൽകും. പട്ടയ ഉടമകളായ ചില വ്യക്തികളും സർക്കാരിനും അദാലത്തിനും പരാതി നൽകുന്നുണ്ട്. ഉപ്പുതറ ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായി ഉയർന്നു വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രമേയം കൂടിയാണ് ഈ സർവേ നമ്പറുമായി ബന്ധപ്പെട്ടുള്ളത്. പാർട്ടി എന്ന നിലയിൽ മുഖ്യമന്ത്രിക്കും റവന്യൂ മിനിസ്റ്ററിനും ജില്ലാ കളക്ടർ അടക്കമുള്ളവർക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിവേദനം കൊടുക്കുകയും ഇവിടുത്തെ കർഷകരെ സമർപ്പിച്ചുകൊണ്ട് അവരുടെ ഉപ്പ് ശേഖരണം നടത്തിക്കൊണ്ടാണ് നിവേദനം കൊടുത്തിട്ടുള്ളത്. തോട്ടം തരം മാറ്റിയതാണ് ഉപ്പുതറ വില്ലേജിലെ 6 സർവേ നമ്പറിലെ പട്ടയഭൂമിയെന്ന് സ്പെഷ്യൽ ഓഫീസർ MG രാജമാണിക്യം സർക്കാരിന് റിപ്പോർട്ട് നൽകിയതാണ് പ്രശ്നത്തിന് തുടക്കം. സ്വാതന്ത്ര്യത്തിനു മുമ്പ് വിദേശ കമ്പനികൾ കൈവശം വെച്ചിരുന്ന സംസ്ഥാനത്തെ തോട്ടങ്ങൾ സർക്കാരിലേക്ക് തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയാണ് രാജമാണിക്യം കമ്മീഷനെ നിയോഗിച്ചത്. ഉപ്പുതറയിലെ 338, 594, 595, 800, 916, 917 സർവേ നമ്പറിലെ ഭൂമി പീരുമേട്ടി കമ്പനിയുടെ ഭാഗമാണെന്ന് കമ്മീഷൻ റിപ്പോർട്ട് നൽകി. 915 തണ്ടപ്പേരുകളായി നിരവധി കുടുംബങ്ങളുടെ പട്ടഭൂമി ഇവിടെയുണ്ട്. തോട്ടം ഭൂമി തരം മാറ്റിയതെന്ന് ആരോപിച്ച് സംരക്ഷണ നിയമ പ്രകാരം കരം സ്വീകരിക്കുന്നത് 2016 ഓഗസ്റ്റ് 8 റവന്യൂ വകുപ്പ് നിർത്തിവെച്ചു. പിന്നീട് ഉപാധികളോടെ കരം സ്വീകരിക്കാൻ ഉത്തരവായി. എന്നാൽ നിയമപരമായി ഒരാവശ്യത്തിനും കരം കെട്ടിയ രസീത് കർഷകർക്ക് പ്രയോജനപ്പെട്ടില്ല. ഇതിനിടെ ഉപ്പുതറ വില്ലേജിലെ ചെറുകിട കർഷകരുടെ ഭൂമി രാജമാണിക്യം കമ്മീഷൻ റിപ്പോർട്ടിൽ ഉൾപ്പെട്ടതല്ലെന്ന് കളക്ടറും സർക്കാർ നിയോഗിച്ച സ്പെഷ്യൽ ഓഫീസറും മനുഷ്യാവകാശ റവന്യൂ സെക്രട്ടറിയെ കാണുന്നതിനും കളക്ടറെ കാണുന്നതിനുമുള്ള തീരുമാനമാണ് ഇപ്പോൾ ഉപ്പുതറയിലെ വ്യാപാരികൾ തീരുമാനിക്കുന്നത്. അതിനുശേഷം നമുക്ക് കരമടയ്ക്കുന്നതിനോ പോക്കുവരവ് ചെയ്യുന്നതിനുള്ള ഒരു സംവിധാനം ഉണ്ടായില്ലെങ്കിൽ പുതിയ സമരപരിപാടികളിലേക്ക് പോകാനാണ് തീരുമാനം. എന്നിരുന്നാൽ തന്നെ എപ്പോഴാണെങ്കിലും നമുക്ക് ഇതിനുള്ള അനുകൂലമായ ഒരു വിധി സമ്പാദിക്കുന്നത്, ഒരു സാഹചര്യം ഉണ്ടാക്കുന്നതുവരെ വ്യാപാരികൾ ശരിക്കും ഒരു സമരരംഗത്തായിരിക്കും. അടിയന്തരമായി നടപടി ഉണ്ടാകണമെന്നാണ് പ്രദേശത്തെ രാഷ്ട്രീയ പാർട്ടികളുടെയും കർഷകരുടെയും നാട്ടുകാരുടെയും ആവശ്യം. KK ജയകുമാർ, ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.